ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഉത്രാട ദിന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് ജോലിയൊന്നും ഇല്ലല്ലായിരിക്കും. അപ്പോൾ അന്ന് തന്നെ രാവിലെ ഒന്ന് കുറച്ച് നേരം വീടൊക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്ത് കുറേ വൃത്തിയാക്കാനും തുടക്കാനും അടിക്കാനും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉത്രാട പാച്ചിലിന് റെഡി ആയിരിക്കുകയാണ്. അതറിയാലോ, ഉത്രാട പാച്ചിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ. എത്രയൊക്കെ നമ്മൾ ഓണത്തിന് ഒരുക്കി കൂട്ടി വെച്ചാലും ഉത്രാടത്തിന് തലേന്ന് ഒരു പാച്ചിലുണ്ട് അല്ലേ, ടൗണിലേക്ക് അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളും കൂടി പോവാണ് കേട്ടോ. പോകുന്ന വഴി കണ്ടില്ല തുമ്പപ്പൂ കണ്ടോ നിങ്ങൾ? നമ്മൾക്കിവിടെ സാധാരണ തുമ്പപ്പൂവായിട്ടാണ് ഇടുക, പക്ഷേ അത് തൃശ്ശൂർ ആ എനിക്കും തെക്കോട്ടൊക്കെ അങ്ങനെയാണ് ഓണം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തുമ്പ കടയോടുകൂടി തുമ്പച്ചെടി മുഴുവനായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇത് നമുക്കിപ്പം സുലഭമായിട്ട് കിട്ടാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കിട്ടുന്നവരെന്ത് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിക്കും. അതാണ് ചെയ്യാൻ. അതിന് വേണ്ടി മാർക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നമ്മൾ ബില്ലായിട്ട് നോക്കി ഒത്തു നോക്കുന്നുണ്ട്. ഓണത്തിന് ഇതൊക്കെ വേണമല്ലോ. ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ എൻ്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ. ഏട്ടനും ഉണ്ട്, നല്ല ജോലിയിലാണ് അപ്പുറത്ത്. പിന്നെ നമുക്ക് ഓണത്തിന് അട വെക്കണം. അട നമ്മൾ ഓണത്തിന് ഓണം കൊള്ളുമ്പോൾ നമ്മൾ വെക്കും അട, പൂവട എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പൂവടയാണ് നമ്മൾ വെക്കുക. പക്ഷെ മധുരം ഇട്ടിട്ടും വെക്കാം. ഞാൻ മധുരം ഇട്ടിട്ട് വെച്ചായിരുന്നു, പക്ഷേ അമ്മ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ പൂവടയാണ് വെക്കാൻ. എന്നിട്ട് എനിക്ക് പിന്നെയും അട അങ്ങനെ വെക്കേണ്ട ആവശ്യം ഉണ്ടാക്കേണ്ട ഇത് വന്നു കേട്ടോ. രാത്രി പിന്നെയും ഞാൻ ഉണ്ടാക്കി. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടേ. പിന്നെ ചേട്ടൻ വന്ന് കുറച്ച് നേരം തേങ്ങയൊക്കെ പൊതിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോട്ട് ദി പോയിൻറ്റ്, അട നമ്മൾ പുഴുങ്ങല്ല ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് അരിമാവ് രാവിലെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അരിമാവ് അരക്കാൻ വേണ്ടി വെള്ളത്തിൽ കുതിർത്തി വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഇത് ചെറുകിഴങ്ങാണ്. ഈ ചെറുകിഴങ്ങുകൊണ്ട് എന്താ ഉപയോഗം എന്ന് അതും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ കുറച്ച് വീട് അടിച്ച് തുടക്കൽ വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് വൈകുന്നേരത്തേക്കാണ് നമ്മൾ ഓണം കൊള്ളുക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് തേച്ച് വൃത്തിയാക്കിയാൽ മതി. ആ സമയമാകുമ്പോൾ ഞാനെല്ലാം ചെയ്ത് വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് തൃക്കാക്കരയപ്പനെ നമുക്ക് അലങ്കരിക്കണം. അപ്പോൾ അതിന് വേണ്ടി റെഡ് ഓക്സൈഡൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വെയിലത്ത് വെച്ച് ഉണക്കൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ രാത്രിയാണ് ഈ പണി ചെയ്യുക. അത് അരിപ്പൊടിയിൽ നമ്മളിങ്ങനെ വെള്ളം നൂല് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ നൂല് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിങ്ങനെ തൊട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് എങ്ങനെ വേണം എന്ത് ഡിസൈൻ വേണേൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നൂലുകൊണ്ട് ഏട്ടൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 5 അല്ലെങ്കിൽ 4 തൃക്കാക്കരപ്പം നമ്മൾ വെക്കും. 3 നമ്മളെ വീട്ടിലും 1 അല്ലെങ്കിൽ 2 പുറത്തുമായിട്ട് വെക്കും. അത് ഞാൻ എങ്ങനെയാണ് ഈ വീടിൻ്റെ അവസാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണ് ഓണം കൊള്ളുന്നത് എന്ന് അറിയാത്തവർക്ക് ഇതെന്തായാലും ഒരു പുതുമ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഈ ഭാഗത്ത് നമ്മുടെ വടക്കൻ പ്രദേശങ്ങളിലൊന്നും ഉണ്ടാവില്ല. കോഴിക്കോടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയേണ്ടവർ ഈ വീഡിയോയിൽ അവസാനം വരെ കാത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്താണ് ഈ ഓണം കൊള്ളൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ വിഷുവൊന്നും നമ്മൾ ഈ തൃശ്ശൂർ ഭാഗത്തൊന്നും കാര്യമായിട്ട് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണി വെക്കുന്നവർ വെക്കും, ഇല്ലാത്തവർ വെക്കില്ല. പക്ഷെ ഇവിടെ കോഴിക്കോട് ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടത് ആഘോഷിക്കാറുണ്ട് അല്ലേ. ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരും കോഴിക്കോടും. എൻ്റെ വീട് കോഴിക്കോടും കല്യാണം കഴിഞ്ഞ് പോയത് തൃശ്ശൂരുമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ചെറുകിഴങ്ങ് എടുക്കുന്നതെന്ന്. ചെറുകിഴങ്ങ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അരിമാവ് നേരത്തെ അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്ത് അതിനകത്ത് ഞാൻ ആ ഒരു അരപ്പിനെ അല്ലെങ്കിൽ അരച്ചതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി, നല്ലൊരു പശപ്പ് അല്ലെങ്കിൽ നല്ല നൂല് പോലെ ആ മാവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുകിഴങ്ങ് അതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. അത് നമുക്ക് അടിച്ച് ചേർക്കലുണ്ട്, കൈ കൊണ്ട് പിഴിഞ്ഞൊക്കെ ചേർക്കാം. അതൊക്കെ നമുക്കവിടെ ചെയ്യാം. അതിന് മുമ്പേ ഞാൻ ചെറിയൊരു വീഡിയോയുടെ ഭാഗം കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടൻ തേങ്ങ ചിരകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഓണത്തിന് അടുത്ത ദിവസം വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ആളാണ് തേങ്ങ ചിരണ്ട എല്ലാം സെറ്റാക്കി വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെയും നമ്മുടെ തൃക്കാക്കരപ്പനേക്ക് വരാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ കുട്ടികളും കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവരും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പൂവൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടാകുന്നല്ലോ. പൂവ് നമുക്ക് ഓണം ഇടാനും വേണം, ഓണം പൂക്കളം ഇടാനും വേണം. കുറേ പൂവ് ഇതുപോലെ കൊള്ളിയിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കും. കൊള്ളിയെന്ന് വെച്ചാൽ നമ്മുടെ ഈർക്കിൽ കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. കുട്ടികൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ അവർ പോയിട്ട് കിടന്നുറങ്ങി. അതിന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പണികൾ നമുക്കുണ്ട്. ഇതൊക്കെയാണ് നമുക്ക്. അവർ ഉറങ്ങിയിട്ടില്ല, ഉറക്കം വന്നിങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞു പിടിച്ച് നിർത്തിയിട്ട് ഇതൊക്കെ കാണണ്ടേ, നമ്മുടെ ആദ്യത്തെ വീട്ടിൽ ആദ്യത്തെ ഇതാണ്, പുതിയ വീട്ടിൽ ആദ്യത്താന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാളും ഇരുന്നതാണ്. അപ്പം ഇങ്ങനെ ഏട്ടനാണ് ഇതൊക്കെ വരക്കുന്നത്. ഇത് അണിയ എന്ന് പറയും. നമ്മൾ കോലം വരക്കുന്ന പോലെ എന്ത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് വരക്കാം കേട്ടോ. ഇതുപോലെ നമ്മളത് ചെയ്ത് വെക്കും. ഇങ്ങനെ നമ്മൾ ഈ കോലം പോലെ നമ്മുടെ വീട്ടിൽ ഫ്രണ്ട് വശം ഉമ്മറം അല്ലെങ്കിൽ കോലായി ഒക്കെ നമ്മളിത് എന്തുകൊണ്ടാണ് ശരിക്കും കോലം എന്ന് പേര് വന്നേ അറിയില്ലല്ലേ. ഇതുപോലൊരു കോലമായതുകൊണ്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ ആയിരിക്കാം.
അപ്പോൾ നമ്മുടെ ചെറുകിഴങ്ങ് കുറച്ച് കഷ്ണം കൂടി ഉണ്ടായത് ഒന്നും കൂടി അരിമാവ് എടുത്തിട്ട് നമ്മൾ ചെറുകിഴങ്ങ് നല്ല ക്ലീനാക്കി അതൊന്നും കൂടി ഇതിനകത്ത് ചേർക്കണ്ട കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തൃക്കാക്കര അപ്പനെ വെക്കുന്നത് ഒരു പലകമേലാണ്. അപ്പോൾ ആ പലകൻ്റെ മുകളിൽ നമ്മൾ അണിയണം, അതിനൊന്ന് ശുദ്ധിയാക്കണം, വലിയ കോലം അണിയണം, ഒരു കോലം വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുകിഴങ്ങും കൂടി മിക്സാക്കി രണ്ടാമത് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു നൂൽ പരുവത്തിൽ നമുക്കിങ്ങനെ അണിയാൻ കിട്ടണം, വരക്കാൻ വേണ്ടി കിട്ടണം. ആ ഒരു പരുവത്തിനാണ് നമ്മളിത് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് കണ്ടില്ലേ. നമ്മളിതിന് മുകളിലാണ് തൃക്കാക്കരപ്പനെ വെക്കുന്നത്. അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് അതിന് മുകളിൽ നിന്ന് ഇതുപോലെ അണിഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ കോലം എങ്ങനെ വരച്ചതെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയും കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തൃക്കാക്കരയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഏട്ടൻ കോലം വരക്കുന്ന കണ്ടോ, അടിപൊളിയില്ലേ കാണാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇക്കൊല്ലം ഈ ഏട്ടൻ ചെയ്തു, ഇനി അടുത്ത കൊല്ലം ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് എനിക്ക് ചെയ്യണം. ഇതൊക്കെ ശരിക്കും എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പൊന്നും ഇതുപോലെ ചെയ്തില്ല. എനിക്ക് വീട് നല്ലൊരു വീട് ആയതിന് ശേഷം ഓണം ഇടാം, പൂക്കളം ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ഇത് മാത്രമല്ല, ഇനിയുണ്ട് കുറച്ചും കൂടി പണികളിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി 10-10:30 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ. കാരണം രാത്രിയാണ് നമ്മളിത് ചെയ്യുക. രാത്രി ചെയ്തിട്ട് നമ്മളിതിനെ ഓണം കൊള്ളണത്. ഇതാണ് ഫൈനൽ, കണ്ടില്ലേ. ഏട്ടൻ അതെടുത്തിട്ട് വാതിൽമേലിങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാതിലുകളൊക്കെ നമുക്ക് നമ്മുടെ കൈപ്പട ഇങ്ങനെ പതിപ്പിക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലൈറ്റിങ്ങൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ, കണ്ടില്ലേ. ഇതിനി അടുത്ത ഓണം വരെ അത് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ പല വീടുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കറിയാം എന്താണ്. പിന്നെ മുറ്റത്ത് നമ്മളിതുപോലെ ചെയ്യണമായിരുന്നു. അപ്പോൾ മുറ്റത്ത് നമ്മളിതുപോലെ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അട അമ്മ പറഞ്ഞു മധുരമുള്ള അടയല്ല നമ്മളിങ്ങനെയാണ് വെക്കുക. അപ്പോൾ നമ്മൾ വെറും തേങ്ങ മാത്രം, സാധാരണ അടയ്ക്ക് പറ്റുന്ന പോലെ ഇട്ടിട്ട് വെറും തേങ്ങ മാത്രം നമ്മളിതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് പൂവട. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലേ, നമ്മൾ സാധാരണ തുമ്പപ്പൂവാണ് ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് മാർക്കറ്റിൽ പോയ ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ടായില്ല, തുമ്പപ്പൂവിൻ്റെ. പക്ഷേ ഇവിടെ തുമ്പയുടെ ചെടി മുഴുവൻ കൊണ്ടുവന്നിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ സെറ്റാക്കി വെക്കണം. നമ്മൾ നേരത്തെ അണിഞ്ഞ പലകൻ്റെ മുകളിൽ തൃക്കാക്കരയപ്പനെ വെക്കുക, അതിൻ്റെ മുകളിൽ പൂ വെക്കുക, തേങ്ങ 2 എണ്ണം, ഒരു തേങ്ങ മുറിച്ച് 2 ഇതായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. തുമ്പ അതിന് ചുറ്റും വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് തൃക്കാക്കരയപ്പൻ നമ്മൾ വെക്കുക കേട്ടോ. ഇതൊക്കെ ഓരോ നാട്ടിലെ ആചാരങ്ങളല്ലേ, ഓരോ നാട്ടിലും ഓരോ ദേശത്തും ഓരോ ആചാരങ്ങൾ. അതെ, ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞ 10-11 മണിയിലായിട്ടുണ്ട് ഈ സമയത്ത്. അപ്പം നമ്മുടെ വീട് കണ്ടില്ലേ. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓണത്തിനെ വരവേൽക്കുകയാണ്. അതാണ് ഓണം കൊള്ളാമെന്ന് പറയുന്നത്. നമ്മൾ ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർപ്പേ ഇറോ എന്ന് പറഞ്ഞിട്ട് ഓണം വന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അത് അമ്മയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ചുറ്റും തന്നെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു പൂക്കളം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് ഇതുപോലെ വെക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് നേരെ ഒരേ വാതിൽപ്പടിയിൽ നമ്മൾ ഇങ്ങനെ നേർരേഖയിൽ വരുന്ന തരത്തിൽ വെക്കും കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ ചെറിയൊരു പൂക്കളം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ നമ്മൾ പൂക്കളിടും. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ തലേന്ന് തിരുവോണത്തിന് എന്നാണ് കേട്ടോ ഇടുക. പക്ഷെ ഇവിടെ തലേന്നൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കി നമ്മളിങ്ങനെ നിൽക്കും. മാവേലി വരുന്നതും കാത്തിങ്ങനെ നിൽക്കും കേട്ടോ. മാവേലി വല്ല പുഴുവായിട്ടോ പൂച്ചയായിട്ടോ കാക്കയായിട്ടോ ഒക്കെ വരുമായിരിക്കും അല്ലേ, നമുക്കൊന്നും അറിയില്ല എന്താണെന്ന്. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ തന്നെ കുറച്ച് പൂക്കളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് എൻ്റെതായ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കണം, എല്ലാം ചെയ്യണം. പായസം ഞങ്ങൾ വാങ്ങിച്ചു, പാലടയാണ് കേട്ടോ. 1 ലിറ്റർ പാലടയ്ക്ക് 200 രൂപ അങ്ങനെ. പിന്നെ ഞാൻ സാമ്പാർ, അവിയൽ, മോരുകറി അങ്ങനെയുള്ള പായസം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലൊക്കെ ഇതൊക്കെ എൻ്റെ മോനാണ് കേട്ടോ ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്. അവനൊരു ആഗ്രഹം എല്ലാവരും ഇരുന്നാൽ ഞാൻ വിളമ്പി തരാം, ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ആളാണെല്ലാം വെച്ചിരുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിച്ചു. കാരണം അവനാണല്ലോ ചെയ്തിരുന്നത്. അത് ഏട്ടനൊരു ആക്ഷൻ ഇട്ടതാണ് കേട്ടോ, അതത്രേ ഉള്ളൂ. വെറുതെ എന്നോട് ഒന്നും നന്നായില്ലെന്ന് പറഞ്ഞ് കാണിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.